നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബർ ഇങ്ങനെ റൂമിന്റെ ഉള്ളിലായാലോ അപ്പൊ അത് തെളിവല്ലേ എന്നാണ് പിന്നെ പറയാം. ഇതുകൊണ്ട് പരാജയപ്പെട്ട അടുത്ത തെളിവ് എന്താ പറയാ? അള്ളാന്റെ റസൂലല്ലേ ലോകത്തെ ഏറ്റവും വലിയ ആളെ ഖബർ ഇങ്ങനെ പിന്നെ ബിൽഡിങ്ങിന്റെ ഉള്ളിലല്ലേ? എന്താ പുറത്തു കൊണ്ടായിട്ട് മറമാടാഞ്ഞത്? അത് പുറത്തു കൊണ്ടുപോയിട്ട് മറമാടാഞ്ഞത് തന്നെ നമുക്കുള്ള തെളിവും. എന്തേ കാരണം? ആയിഷമ്മ ബീവി പറയുന്നുണ്ട്, അള്ളാന്റെ റസൂല് വഫാത്താകുന്ന നേരത്ത് ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കാണ്. എന്താ പറയണ്? ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേടിച്ചു. കാരണം മുമ്പുള്ള നബിമാരുടെ അനുയായികൾ അവരുടെ നബിമാരെ കൊണ്ട് ചെയ്യണത് നബി കാണുന്നുണ്ട്. എൻ്റെ അനുയായികൾക്കാണെങ്കിൽ എന്നോട് അതിലേക്കാണ് സ്നേഹമുണ്ട്. എൻ്റെ ഉമ്മത്തിഞ്ഞ് എന്നെ കൊണ്ട് എന്തൊക്കെ കാട്ടിക്കൂട്ടാന്ന് അള്ളാന്റെ റസൂലിന് പേടി. അപ്പോൾ കൊണ്ട് നേരത്തെ പറയാണ്, എൻ്റെ ഖബർ നിങ്ങൾ എന്ത് ചെയ്യരുത്? ആരാധനാലയമാക്കരുത്. അള്ളാഹിനോട് ദുആ ചെയ്യുകയും ചെയ്തു, അല്ലാഹുമ്മ ലാ തജഅൽ ഖബ്രി വസനാ. അല്ലാഹുവേ എൻ്റെ ഖബറിനെ ബിംബമാക്കരുതേ. ഖബറിനെ ബിംബാക്കുക എന്ന് പറഞ്ഞാൽ അത് തൊട്ടിട്ടും അതിനെ മുത്തിയിട്ടും അയിമൽക്ക് പൂവെറിഞ്ഞിട്ടും അവിടെ ചന്ദനത്തിരി കത്തിച്ചിട്ടും അവിടെ ഇങ്ങനെ വിളക്ക് കത്തിച്ചിട്ടും അയിമ കെട്ടിമറിഞ്ഞിട്ടും അതിൻ്റെ മുമ്പ് പോയി സുജൂദിയിലിട്ടും അയിമ പോയിട്ട് ചുംബിച്ചിട്ടും അത് നക്കിയിട്ടും തുടച്ചിട്ടും ഇങ്ങനെ, അതാണല്ലോ ബിംബം. ബിംബത്തിന് അങ്ങനെയാണല്ലോ. അങ്ങനെ ആക്കരുതേ. അള്ളാഹിന്റെ റസൂലിന്റെ ദുആ അല്ലാഹ് ഖബൂൽ ചെയ്തു. അതാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അവിടുത്തെ നൂനിയ എന്നുള്ള കവിതാ സമാഹാരത്തിൽ പറയുന്നുണ്ട്, ഫഅജാബ റബ്ബുൽ അലമീന ദുആഅഹു ഫഅഹാതഹു ബിസലാസത്തിൽ ജുദ്റാനി. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിയുടെ ദുആക്കാണ്ട് ഉത്തരം കൊടുത്തു. 3 കൽ ചുമരുകൾക്കുള്ളിൽ അള്ളാന്റെ റസൂലിന്റെ ഖബറിനെ അള്ളാഹ് പ്രൊട്ടക്ട് ചെയ്തു. ഒരാൾക്ക് വേണ്ടി തൊടാനും പറ്റുന്നത് കാണാൻ പോലും പറ്റൂല, ഇന്നും പറ്റൂല. ഏത് രാജാവായിട്ടും കാര്യമില്ല, അതിൻ്റെ ഉള്ളിൽ പ്രവേശനമില്ല. ഡോറില്ലാത്ത 3 ചുമര. ഒരു വഴിയില്ല അതിലേക്ക് കിടക്കാൻ. ഒരു ചെറിയ ജനവധി പോലുമില്ല, കാണാൻ പറ്റൂല. അതിൻ്റെ അപ്പുറത്ത് ആധുനികമായി സൗദി ഗവൺമെന്റ് കെട്ടിയിട്ടുള്ള വേറൊരു ചുമരും, പിന്നെ അതിൻ്റെ അപ്പുറത്ത് 5ാമത്തെ ഗ്രില്ലും ഉണ്ട്, ഇരുമ്പ് ഗ്രിൽസ്. ആ ഇരുമ്പ് ഗ്രിൽസിന്റെ ഉള്ളിൽ കൂടെയാണ് ഇങ്ങനെ നോക്കിയാൽ നമ്മൾ ചുമരുമ്മലുള്ള ഒരു കർട്ടൻ കാണുന്നത്. അത് കണ്ടിട്ടാണ് നമ്മളെ നാട്ടിൽ നിന്ന് പോകുന്ന ആജിമാരെ ഈ മുസ്ലിയാക്കന്മാർ പറഞ്ഞു പറ്റിക്കുന്നത്. കണ്ടില്ലേ, മമ്പർത്തപ്പാപ്പാന്റെ പുത്തമ്പള്ളി പാപ്പാന്റെ ജാറത്തേക്കാണ് വലിയ ജാറായിട്ട് കണ്ടില്ലേ പടുത്തുയർത്തിക്കുന്നത്. എവിടെ കാണുന്നത്? ഈ ചുമരാണേ, കാണാൻ പറ്റൂല. തീപിടുത്തണ്ടായി കുറെ കാലങ്ങൾക്ക് മുമ്പ്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തീപിടുത്തണ്ടായിട്ട് മദീനത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറുള്ള റൂമിന്റെ ചുമരൊക്കെ ഇടിഞ്ഞു വീണു. ആ സമയത്ത് 1-2 കുറഞ്ഞ ആളുകൾ എത്തി നോക്കി അപ്പുറത്തേക്ക് കണ്ട കാഴ്ച എന്താണ്? 3 ഖബറുണ്ട് ഇങ്ങനെ ഒരു ചാണിലപ്പുറം ഉയരല്ലാതെ ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നു. മണ്ണോട് ഇങ്ങനെ ചേർന്ന് നിന്നാ സമയറ്റല്ല, അങ്ങനെ 3 അടയാളങ്ങളായിട്ട് കിടക്കുന്നു, വേറെ ഒന്നുമില്ല. അതാണ് ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ചുമരുമ്മലൊക്കെ പിന്നെ കാടുകളിലും ചുമരില് കലണ്ടറിലും ഒക്കെ ഹദാ ഖബർ റസൂലില്ല, അള്ളാന്റെ റസൂലിന്റെ ഖബറാണിതെന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പൊക്കിയ വലിയൊരു ജാറും എന്നിട്ട് വലിയൊരു മെഴുകുതിരി, ഒരു വിളക്കും, വലിയൊരു തലപ്പാവ് ചുറ്റി വെച്ചൊരു ചിത്രമൊക്കെ ആയിട്ട് ഇങ്ങനെ നാട്ടിലെ ആളുകൾ പ്രചരിപ്പിക്കുന്നത്. ബർക്കത്തിന് വേണ്ടിയിട്ട് വീടുകളിലൊക്കെ ആ കലണ്ടറാ തൂക്കിയിടുന്നത്. ഇതാ റസൂലുള്ളാഹിന്റെ ജാറാണെന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു കള്ള ഫോട്ടോ ആരോ ഉണ്ടാക്കിയിട്ട് നിർമ്മിച്ചുണ്ടാക്കിയതാണ്. മാത്രല്ല നബിന്റെ പേരിൽ പല ജാറങ്ങളാണ് നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടുക. വേറൊരു മോഡലിൽ കാണുന്നുണ്ട്. അത് നമ്മൾ സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ അങ്ങേത്തല പോയി നോക്കുമ്പോൾ തുർക്കിയിലുണ്ട്, കോനിയ എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായിരുന്ന ഒരു റൂമി, ഒരു സൂഫി റൂമി ഉണ്ട്. റൂമിയുടെ ഖബറ, അയാളെ ഖബർ കെട്ടിപ്പൊന്തിച്ചിട്ടുണ്ട്. ആ ഖബറാണ് ഇപ്പം നബിന്റെ ഖബറാന്ന് പറഞ്ഞിട്ട് കൊണ്ടു കിടക്കുന്നത്. അങ്ങനെ പലതും ഉണ്ട്, 2-3 ഖബറൊക്കെ. നാദാപുരത്തുനിന്ന് ആ ഖബർ മുഴുവൻ നമ്മൾ പൊളിച്ചു. ഖബർ പൊളിച്ചു എന്ന് പറഞ്ഞാൽ അത് നെറ്റിൽ നിന്ന് തന്നെ ഓരോന്ന് എടുത്ത് കാണിച്ചിട്ട് ഇതാ നിങ്ങൾ കാണിച്ച 3 ഖബറാണ് ഇത് എന്ന് പറഞ്ഞാൽ 3ഉം പൊളിച്ചു. പിന്നെ വർത്താനൊന്നുമില്ല. ഇതാണ് ഇപ്പൊ റസൂലുള്ളാഹിന്റെ ഖബറാണ്, കണ്ടില്ലേ നബിന്റെ ഖബർ കെട്ടിപ്പൊന്തിക്കുന്നത് കണ്ടില്ലേ എന്നൊക്കെ പറയും. മാത്രല്ല ആയിഷമ്മ ബീവി പറയുന്നുണ്ട്, അള്ളാഹിന്റെ റസൂൽ അങ്ങനെ അന്ന് വളരെ ബേജാറോടുകൂടി പറഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ അള്ളാഹിന്റെ റസൂലിന്റെ ഖബറും ബഖീയിൽ കൊണ്ടുപോയി മറമാടുമായിരുന്നു. പിന്നെ ബഖീയിൽ കൊണ്ടുപോയിട്ട് മറമാടാഞ്ഞാൽ എന്തേ? പരസ്യമായി ആളുകൾ കാണുക ഖബറായി കഴിഞ്ഞാൽ ആളുകൾ അത് മാന്താനും തൊടാനും അയിമൽക്ക് തിരിഞ്ഞു നിസ്കരിക്കാനും അയിമ കെട്ടിപ്പിടിക്കാനും അവിടുത്തെ മണ്ണ് വാരാനൊക്കെ വരും. ഇതല്ല ഖൗമ്.
അതുകൊണ്ട് അള്ള പ്രൊട്ടക്ഷൻ ചെയ്തതാണ്. ഒരാൾക്കും അത് തൊടുന്നതും ചുംബിക്കുന്നതും പോയിട്ട് കാണാൻ വരെ പറ്റൂല. ഇന്നത്തെ സൗദി രാജാവ് വരെ കണ്ടിട്ടില്ല, പറ്റൂല. അപ്പൊ നമ്മൾ വിചാരിക്കും വിദേശികളൊക്കെ വരുമ്പോൾ ആ ഗ്രില്ല് തുറന്നു കൊടുക്കണ്ടല്ലോ. ഉള്ളിലേക്ക് പോകണത് എവിടുക്കാന്നറിയോ? ആ 4 ചുമരിന്റെ ഇപ്പുറത്തൊരു ഇടനാഴിക ഉണ്ട്, അതിൻ്റെ ഉള്ളിലേക്കാണ് ആ കയറ്റിയതൊക്കെ. നമ്മൾ ചിലപ്പോൾ നെറ്റിലൊക്കെ കണ്ടിട്ടുണ്ടാവും. വിദേശത്ത് നിന്ന് വലിയ പ്രമുഖരൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഒന്നും അങ്ങനെ തുറന്നു കൊടുക്കലുണ്ട്. തുറന്നു കൊടുത്തിട്ട് അവർ പിന്നെ പറയാനല്ലേ അവരൊക്കെ ഖബർ കണ്ടു എന്നൊക്കെ പറയും. പച്ച നോണ പറയാണ്. മറകൾക്കപ്പുറത്താണ്, ഒരു മറയല്ല. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല അന്ന് 7-ാം നൂറ്റാണ്ടിൽ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഈ വരികൾ എഴുതുമ്പോൾ അദ്ദേഹം പറഞ്ഞതെന്താണ്? ഫഅഹാതഹു ബിസലാസത്തിൽ ജുദ്റാനി, 3 കൽച്ചുമരുകൾ കൊണ്ട് അതിന്റെ ഉള്ളിലാക്കിയ ഖബറിനെ, അതിനെ പ്രൊട്ടക്ഷൻ തീർത്തു. അതും കഴിഞ്ഞ് എത്ര ഭരണാധികാരികൾ ഇപ്പൊ പിന്നിട്ടു എന്നറിയോ? എത്ര വർഷങ്ങൾ കഴിഞ്ഞു. അതിന് ശേഷമുള്ള മാറ്റങ്ങൾ. ഇപ്പോൾ ഒരു 5 മറ മിനിമുണ്ട്. കാണുന്നത് ഗ്രിൽസ്, ആ ഗ്രിൽസിന്റെ അപ്പുറത്ത് കാണുന്നത് ഒരു ചുമര്, അതിന്റെ അപ്പുറത്ത് എത്ര ചുമരുണ്ട്? 3 ചുമരുണ്ട്. അതിൻ്റെ ഉള്ളിലാ ഖബർ, 3 ഖബർ. അതിൻ്റെ പൊസിഷനാണ് നമ്മൾക്ക് ഇങ്ങനെ ഈ സിയാറത്തിന് വേണ്ടി നമ്മൾ അതിലെങ്ങനെ പോകുമ്പോൾ ഒരു വലിയ തൊള. അവിടെ റസൂലുള്ളാഹിന്റെ ഖബറുള്ള ഭാഗം, കുറച്ചപ്പുറത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ, തൊട്ടപ്പുറത്ത് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ. അവിടെയാണ് നമ്മൾ ആ സലാം പറയുന്ന 3 ഹോൾസ് ഉള്ളത്. അല്ലാതെ അത് കെട്ടിപ്പൊന്തിച്ച് ഉയർത്തി പാടില്ല എന്നാണ്. ഒരു ചാണിലപ്പുറം ഖബർ ഉയർത്തൽ ഹറാമാണ്. അപ്പൊ മുസ്ലിയാക്കന്മാര് പറയും എന്തെന്നറിയോ? അത് സാധാരണക്കാരുടെ ഖബറിന്റെ നിയമമാണ്. ഔലിയാക്കന്മാരുടെയും അമ്പിയാക്കന്മാരുടെയും ഖബർ എത്രയും ഉയർത്താം. അത് ഇബ്ലീസ് പറയുന്ന വാക്കാണ്. അതിനെന്താ തെളിവ് എന്നറിയോ? അപ്പൊ എന്താ തെളിവ്? അള്ളാന്റെ റസൂല് പറഞ്ഞതന്നെ ആരെ കുറിച്ചാ? ജൂതനസാറാക്കളെ അള്ള ശപിക്കട്ടെ. എന്താ കാരണം പറഞ്ഞത്? ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ. അവരവരുടെ നബിമാരുടെ ഖബറുകളെ എന്ത് ചെയ്തു? ആരാധനാലയങ്ങളാക്കി. അപ്പൊ നബിമാരുടേതല്ലേ, അപ്പൊ കുഴപ്പമില്ല. അമ്പിയാവുലിയാക്കന്മാരെ ഖബറൊക്കെ കെട്ടിപ്പൊന്തിക്കുക, അവിടെ പള്ളിയൊക്കെ ആക്കണീന് കുഴപ്പമില്ല. സാധാരണക്കാരതാവുമ്പോഴാ ഹറാമ് എന്ന വാദം ഇതിലൂടെ പൊളിഞ്ഞു. കാരണം ജൂത ക്രിസ്ത്യാനികൾ ചെയ്തത് സാധാരണക്കാരെ ഖബറല്ല. ആരുടെ ഖബറ? നബിമാരുടെയും പുണ്യാളന്മാരുടെയും ഖബറുകളാണ് അവരങ്ങനെ ആക്കിയത്. അതിനെയാണ് അള്ളാന്റെ റസൂല് എതിർത്തതും. അതുകൊണ്ട് ഒരു ചാണിലപ്പുറം ഖബർ ഉയർത്താനേ പാടില്ല, പൊളിച്ചു നീക്കണം എന്നാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഖബർ പൊളിച്ചു നീക്കാൻ വേണ്ടി അന്നത്തെ കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാർ ഫത്വ കൊടുത്തു എന്നാണ് മുസ്ലിയാക്കന്മാർ അംഗീകരിക്കുന്ന കിതാബുകളിൽ പോലുമുള്ളത്. അതിനു വേണ്ടി അന്ന് 1000കണക്കിന് സ്വർണ്ണ നാണയങ്ങളാണത്രേ ചെലവഴിച്ചത്. ഷാഫി ഇമാമിന്റെ ഖബറിന്റെ മുകളിൽ കുബ്ബ പണിയാൻ 1000കണക്കിന് സ്വർണ്ണ നാണയം ചെലവഴിച്ചിട്ട് പോലും തകർത്ത് പൊളിച്ചിടാനാ പറഞ്ഞത്. പൊളിച്ചിടാൻ ഫത്വ കൊടുത്തു. എന്താ കാരണം? ഒരു ചാനലപ്പുറം ആരുടെ ഖബറും ഉയർത്താൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് ഈ അൽ കഹ്ഫിന്റെ കാര്യം പറഞ്ഞിട്ട് ഇനി ആരും വരണ്ട. എന്ത് അൽ കഹ്ഫിന്റെ ആൾക്കാരെ അവിടെ പള്ളി ഉണ്ടാക്കിയില്ലേ? അപ്പൊ പിന്നെ ജാറം അറ്റാച്ച്ഡ് പള്ളി, അങ്ങനെ ജാറം പണിയാം, ദർഗ പണിയാം, ജാറം പണിയാം എന്ന് പറയാൻ ഒരു വകുപ്പും ഇല്ല. അവർ നത്തഹിദന്ന അലൈഹിം മസ്ജിദ എന്ന് പറഞ്ഞത് ഒന്നുകിൽ മുസ്ലിമീങ്ങളാണെങ്കിലും വകുപ്പില്ല. എന്തുകൊണ്ട് എന്ന് ഞാൻ പറഞ്ഞത് മറക്കരുത്. മുശ്രിക്കുകളുടെ വാക്കാണത്. അതാണ് പ്രബലമായ അഭിപ്രായം. അക്കാര്യത്തിൽ പിന്നെ വ്യാഖ്യാനത്തിനൊട്ട് പഴുത് ഇല്ല താനും. കാര്യം വളരെ വ്യക്തമാണ്. അപ്പൊ ഇതാണ് ഇസ്ലാമികമായി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്തിന്റെ നേരത്ത് പറഞ്ഞ അന്ത്യവസിയത്ത് പോലും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയാണ് നോക്കിയാൽ 1000കണക്കിന് ദർഗകളും മഖാമുകളും നിർമ്മിച്ചിട്ടുള്ളത്. അള്ളാന്റെ റസൂലിന്റെ ഈ വാചകത്തെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എത്ര ശാപമുണ്ടാകും അത് കെട്ടിപ്പൊന്തിച്ചവന്, ആ ജാറം നിർമ്മിച്ചവന് എത്ര ശാപമുണ്ടാകും, അത് ഉദ്ഘാടനം ചെയ്തവന് എത്ര ശാപമുണ്ടാകും, അതിന്നും പരിചരിച്ച് അതിനെ ഏറ്റവും കൂടുതൽ മിനുക്കി തേച്ച് വളർത്തിക്കൊണ്ടിരിക്കുന്ന ജനതയ്ക്ക് എത്ര ശാപമുണ്ടാകും, ഇത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഉലൈക ശിറാറുൽ ഖൽഖി ഇൻദല്ലാഹ് എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. ആകാശത്തിന്റെ താഴെ സൃഷ്ടികളിൽ ഏറ്റവും വൃത്തികെട്ടവന്മാരാണ് ഖബർ കെട്ടിപ്പൊന്തിക്കുന്നവർ, ഖബറിനെ ആരാധനാലയങ്ങളാക്കുന്നവർ. ശിറാറുൽ ഖൽഖി ഇൻദല്ലാഹ്, പടപ്പുകളിൽ ഏറ്റവും ദുഷിച്ചവർ എന്നാണ് അവരെ കുറിച്ച് മുത്തു മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിച്ചത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ വിഷയം വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതും നമുക്കിതിൽ നിന്നുള്ള പാഠമാണ് നമ്മൾ ആലോചിക്കുക. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഉത്തമമായ വിശ്വാസത്തിൻ്റെയും ആ നിലക്കുള്ള കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിൻ്റെയും ആ ഒരു അർത്ഥത്തിലേക്ക് നമ്മുടെ മാനസികമായ അവസ്ഥ ഉയരുന്ന വളരുന്ന ആ ഒരു രീതിയിലേക്ക് അള്ളാഹു നമ്മെ ഉയർത്തുമാറാകട്ടെ, വളർത്തുമാറാകട്ടെ. ശുദ്ധ ഖുർആനിനോട് കൂറ് പുലർത്തിക്കൊണ്ട് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ.